നമസ്കാരം, ഉദയൻ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിലെ പെരുമൺപുറ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. പെരുമൺപുറ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 29-ാം തീയതി മുതൽ നവംബർ 29-ാം തീയതി മുതൽ ഇവിടെ ഉത്സവാഘോഷം തുടങ്ങുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉത്സവാഘോഷം ഇവിടെ ഉത്സവം എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഈ ഇവിടുത്തെ ഉത്സവ രീതികളെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആണ് നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കത് ഇവിടെയുള്ള മറ്റാളുകളുമായി ഒന്ന് സംസാരിക്കാം. ഉത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രധാനമായിട്ട് സാധാരണ ശുദ്ധി തലേദിവസം ശുദ്ധി തുടങ്ങി പിറ്റേ ദിവസം ബിംബശുദ്ധി കലശപൂജ, അത് ചതുശുദ്ധി ധാര പഞ്ചകം പഞ്ചഗവ്യം 25 കലശം അങ്ങനെ പോലും. ഇവിടെ 25 കലശത്തിന് പകരം ദ്രവ്യകലശമാണ്. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. പൊതുവെ എല്ലാ അമ്പലങ്ങളിലും ഒരു 99% അമ്പലത്തിലും 25 കലശത്തോട് നിർത്തുക അങ്ങനെ പോകുന്നത് വളരെ അപൂർവ അമ്പലത്തിൽ. ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ദ്രവ്യകലശം ഒരു പ്രത്യേകതയാണ്. പിന്നെ ഈ ഉത്സവ സമയങ്ങളിൽ എന്താണ് ഇവിടെ പ്രത്യേകമായിട്ട് നടത്തുന്ന പൂജകൾ, വഴിപാടുകൾ, കാര്യങ്ങൾ, പൂജകളൊക്കെ ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് നിത്യപൂജയ്ക്ക് പുറമേ ആയിട്ട് നമുക്ക് കുറേ കാര്യങ്ങളുണ്ടാവും. നിത്യപൂജയ്ക്ക് പുറമേ ആയിട്ടുള്ള വഴിപാടെന്ന് പറഞ്ഞാൽ ഉത്സവ പൂജ, പിന്നെ ദ്രവ്യകലശത്തിൻ്റെ വഴിപാടുകൾ, പിന്നെ ഉത്സവലി, പിന്നെ ബ്രഹ്മകലശവും ഒക്കെ പൂജ പ്രത്യേകമായിട്ട് ചെയ്യാറുണ്ട് വഴിപാട്. എത്ര ദിവസമാണ് ഇത്? എങ്ങനെ എവിടെ തുടങ്ങിയിട്ട് എത്ര ദിവസത്തേക്ക് കൊടിയേറ്റം? ഇവിടെ മുള ശുദ്ധി കഴിഞ്ഞാൽ മുളയിടലാണ്. മുളയിടൽ കഴിഞ്ഞാൽ കൊടിയേറ്റം കഴിഞ്ഞാൽ പിന്നെ ഉത്സവലി, പള്ളിക്കുറുപ്പ്, പള്ളിവേട്ട, പള്ളിക്കുറുപ്പ്, പള്ളിയോണത്തിന് ആറാട്ടോടുകൂടി സമാപിക്കും. ഈ ഉത്സവ ദിവസങ്ങളിൽ ഇവിടെ ക്ഷേത്രത്തിൽ നടക്കുന്ന താന്ത്രിക ചടങ്ങുകൾ ഒക്കെ പ്രത്യേകിച്ച് എന്തൊക്കെയാണ്? സാധാരണ ദിവസങ്ങളിൽ നവകം പഞ്ചഗവ്യം ആടും. പിന്നെ അന്ന് രാവിലത്തെ പൂജ കഴിഞ്ഞാൽ ശിവേലി തൂവലുണ്ട്. അത് കഴിഞ്ഞാൽ ഉച്ചപൂജ കഴിഞ്ഞാൽ ശ്രീഭൂതബലി, രാത്രി ശ്രീഭൂതബലി. പിന്നെ ഈ നവപഞ്ചമി എല്ലാ ദിവസവും ഉണ്ടാവും. പിന്നെ പ്രത്യേകമായിട്ട് പറഞ്ഞാൽ ഉത്സവബലി, അതിന് പ്രത്യേക ചടങ്ങാണ്. അതിന് മാതൃക്കളുടെ തൊഴിൽ പ്രധാനമാണ്. പിന്നെ വൈകുന്നേരം കാഴ്ചശീവേലി ഉണ്ടാവും, തായമ്പക ഉണ്ടാവും, കേളി ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ ഇവിടെ സ്ഥിരമുള്ള ആളുകൾ തന്നെയാണോ കാര്യങ്ങളല്ല? പ്രത്യേകിച്ച് തന്ത്രിമാർ അങ്ങനെ ആരെങ്കിലും ഈ ഇതിലേക്ക് ഈ കർമ്മങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് ക്ഷേത്രത്തിനൊരു തന്ത്രി വര്യന്മാർ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? പ്രധാനമായിട്ട് പാടകി സുനിലമ്പൂരിപ്പാടാണ് തന്ത്രി. ഞാൻ സഹായിയായിട്ട് അവിടുന്ന് പുറമെ നിന്നും ആൾക്കാരൊക്കെ വരാറുണ്ട്. നാടിൻ്റെ ഒരു ഉത്സവം തന്നെയാണ്. നമസ്കാരം. പെരുമൺപുറ അമ്പലത്തിലെ ഉത്സവമാണ്. എന്താണ് പെരുമൺപുറ അമ്പലത്തിൻ്റെ ഉത്സവത്തിനൊരു പ്രത്യേകത? നാട്ടിലൊക്കെ ഒരു ഇളക്കം കാണുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത? ഉത്സവം, ഭഗവാന്റെ ഉത്സവം എന്ന് പറഞ്ഞാൽ ശരിക്കും ക്ഷേത്ര ചൈതന്യം ഏറ്റവും കൂടുതൽ പുറത്തെത്തുന്ന സമയം എന്നാണ് അതിൻ്റെ ഒരു കണക്ക്. ഉത്സവം കൊടിയേറി കഴിഞ്ഞാൽ ഈ പ്രതിഷ്ഠയുടെ ശക്തിയും ചൈതന്യമൊക്കെ പിന്നെ ഏറ്റവും ഭംഗിയായിട്ട് ലോകത്തിന് മുഴുവൻ എത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉത്സവത്തിൽ ഉള്ളിലെ ക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ, ചടങ്ങുകൾ, തന്ത്രിയോ മേശാന്തിയോ അത് പറഞ്ഞിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ പ്രധാനമാണ് വാദ്യഘോഷങ്ങൾ. അതുപോലെ നമ്മളുടെ ഭക്തജനങ്ങളുടെ വിവിധ കലാപരിപാടികൾ. ഉദാഹരണമായിട്ട് നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ ക്ഷേത്രത്തിലും ഉത്സവമുണ്ട്. പക്ഷേ ക്ഷേത്രത്തിനുള്ളിലെ പരിപാടികളും പുറത്തെ കലാപരിപാടികളും വാദ്യഘോഷങ്ങളും എല്ലാം ഒരേപോലെ കൊണ്ടുപോകുന്ന ചുരുക്കം ക്ഷേത്രങ്ങളെ നമ്മുടെ നാട്ടിലുള്ളൂ. അതിലൊന്നാണ് പെരുമൺപുറ മഹാവിഷ്ണു ക്ഷേത്രം എന്ന് പറയുന്നതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ നമ്മളുടെ കലാപരിപാടികൾക്ക് പ്രാദേശികമായി നമ്മുടെ നാട്ടിലെ ആൾക്കാരും ഒപ്പം വളരെ പ്രശസ്തരായ വൈക്കം വിജയലക്ഷ്മിയൊക്കെ പോലുള്ള പ്രധാന ഗായികമാരൊക്കെ വന്ന പരിപാടികൾക്ക് നമ്മൾ പുഷ്പാഞ്ജലി എന്നാണ് പേരിട്ടിരിക്കുന്നത്.
അതായത് അതൊക്കെ ഒരു ഭഗവാനെ നമ്മളോരോ പുഷ്പങ്ങളെ കൊണ്ട് അർപ്പിക്കുകയാണ്. അപ്പോൾ ഇപ്രാവശ്യം 2024 നമ്മൾ നിവേദ്യം എന്നാണ് അതിന് പേരിടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഓരോ പരിപാടിയും ഓരോ ഭക്തരും അവതരിപ്പിക്കുന്ന പരിപാടിയൊക്കെ ഭഗവാനുള്ളൊരു നിവേദ്യമായി കണക്കാക്കപ്പെടുന്നു. ക്ഷേത്രത്തിനുള്ളിലെ പൂജകൾക്കോ മറ്റ് പ്രധാന പരിപാടികൾക്കോ ഒപ്പം തന്നെ നിൽക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിന് തടസ്സമില്ലാത്ത രീതിയിലാണ് നമ്മളിവിടെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാന പ്രത്യേകതയായിട്ട് തോന്നുന്നത്. താങ്കളാണല്ലോ ഇവിടെ പ്രോഗ്രാമിൻ്റെ കൺവീനറാണെന്ന് അറിഞ്ഞു. എന്തൊക്കെയാണ് ഇത്തവണ പ്രോഗ്രാം ഇവിടെ നടത്തപ്പെടുന്നത്? പ്രോഗ്രാമിനൊരു കമ്മിറ്റി ഉണ്ട്. അപ്പം ആ കമ്മിറ്റിയുടെ ചുമതല എന്താ പറയുക, ഉത്തരവാദിത്തങ്ങൾ വന്ന് ചേരുകയാണ്. അത് എല്ലാവരും കൂടി ചെയ്യുന്നൊരു വലിയ പ്രവർത്തനമാണ്. ജനറൽ കമ്മിറ്റിയും മറ്റ് കമ്മിറ്റികളും ചേർന്നുള്ള പ്രവർത്തനമാണ്. പ്രോഗ്രാം കമ്മിറ്റിയുടെ മാത്രമല്ല എന്നാദ്യം പറയുകയാണ്. അപ്പോൾ പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ പ്രാദേശികമായി നമ്മുടെ ഒരുപാട് ആളുകളുടെ ഈ നാട്ടിലെ പെരുവയൽ പെരുമണ്ണ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട നൃത്ത സംഗീത വിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ഒക്കെ പരിപാടികൾ ഒരു 8 ദിവസത്തെ നമ്മുടെ നിവേദ്യം 2024 ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അതായത് ഒരു 300-350 കുട്ടികളോളം, അല്ലെങ്കിൽ കുട്ടികളും വലിയവരുമായ നൃത്തക്കാരും സംഗീത ചെയ്യുന്നവരൊക്കെ തന്നെ ഇവിടുത്തെ പരിപാടികൾ പങ്കെടുക്കുന്നു. അതല്ലാതെ ഏറ്റവും വലിയൊരു പരിപാടിയെ നമുക്ക് പറയാനുള്ളത്, ഈ പ്രാവശ്യത്തെ പരിപാടിയിൽ വലിയ പരിപാടിയായിട്ട് നമുക്ക് പറയാനുള്ളത്, പിന്നെ നമ്മളൊക്കെ എല്ലാവരും യൂട്യൂബിലൊക്കെ അറിയുന്ന താരമായ വയലിൻ വിസ്മയം ഗംഗാ ശശിധരൻ, ആ കൊച്ചുകുട്ടിയും അവരുടെ കൂടെയുള്ള ടീമും വന്നിട്ട്, അപ്പോൾ യൂട്യൂബിലൊക്കെ നമുക്ക് ആ ഒരു താരമാണല്ലോ, വലിയ രീതിയിലുള്ള വയലിൻ കച്ചേരി ഇവിടെ ഉത്സവം കൊടിയേറിയ ആ ദിവസം തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. മെഗാ നാടകമുണ്ട്. കുറ്റിക്കാട്ടൂർ തപസ്യയുടെ ബ്രഹ്മശിരസ് എന്ന് പറയുന്ന മെഗാ നാടകമുണ്ട്. അതുപോലെ വാദ്യഘോഷങ്ങൾക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രശസ്തരായ രഹിത കൃഷ്ണദാസും പനാവൂർ ശ്രീഹരിയും, ഒരു പെൺകുട്ടിയും അതേപോലെ ഒരു വാദ്യക്കാരനും കൂടിയുള്ള ഒരു 12 പേരുടെ വലിയ തായമ്പകുണ്ട്. പിന്നെ ഒരുപാട് നമുക്ക് പറയാമെങ്കിൽ അത്രയധികം പരിപാടികളുണ്ട്. ഒരു കാര്യം കൂടി നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ ക്ഷേത്രത്തിലെ സകല സംവിധാനങ്ങളും ഒരർപ്പണമായിട്ടാണ് ആൾക്കാർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും വലിയ പ്രഭാഷകൻ നമ്മളെ സുരേഷ് ബാബു, അദ്ദേഹത്തെ നമ്മൾ പ്രഭാഷണമായിട്ട് ബന്ധപ്പെട്ട് വന്നിരുന്നു. ഈ പ്രാവശ്യവും അതേപോലുള്ള പരിപാടികളൊക്കെ തന്നെ ഏറ്റവും അവരൊക്കെ വാങ്ങുന്ന ദക്ഷിണകളൊക്കെ പലപ്പോഴും ക്ഷേത്രത്തിന് തരികയാണ്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലും പുറത്തും ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാവരും ജാതി ഒരുപക്ഷെ മതഭേദമന്യേ അത് അർപ്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെന്നുള്ള സന്തോഷം കൂടി പറയട്ടെ. അപ്പോൾ അതെല്ലാ അർത്ഥത്തിലും ഇതൊരു മഹോത്സവമായിട്ട് തീരുകയാണ്.